Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ BCom തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ആദ്യത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഈ ഒരു പേപ്പറിൽ ഉറപ്പായും വരുന്ന പാർട്ട് എയിലും ബിയിലും ഉള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കറിയാം, പാർട്ട് എയിൽ 10 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 8 ആൻസർ ചെയ്താൽ മതി. 1 മാർക്കാണ് ഒരു ചോദ്യം. ദെൻ പാർട്ട് ബിയിൽ 8 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 6 ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 2 മാർക്ക്. അപ്പോൾ 1 മാർക്ക് 2 മാർക്സ് ചോദ്യങ്ങൾ, അതിന് വല്ലാണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഏകദേശം സെയിം രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ചാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. രണ്ടും കൂടിയിട്ട് നമുക്ക് 18 ചോദ്യങ്ങൾ വരും, പാർട്ട് എയും ബിയും കൂടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. എന്നാൽ പിടിച്ചോ. ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കണം. IFRS എന്താണ്? ഓക്കെ, ദെൻ അതുപോലെ തന്നെ IFRSൻ്റെ ഫീച്ചേഴ്സ് ഏതെങ്കിലും ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. അത് നീഡ് ഫീച്ചേഴ്സ് അതൊക്കെ നോക്കി വയ്ക്കുക. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്യാപ്പ് എന്താണ്? അതിൽ US ഗ്യാപ്പ് എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്യാപ്പ് എന്താണെന്ന് ചിലപ്പോൾ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം. ഇന്ത്യൻ ഗ്യാപ്പ്, അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് IASB എന്താണ്? പിന്നെ IFRS അഡോപ്ഷൻ എന്താണ് കൺസെപ്റ്റ് നോക്കി വയ്ക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം, ഹയർ പർച്ചേസ് എന്താണ്? HP എന്ന് മാത്രമേ എഴുതാനുള്ളൂ ഞാൻ. ഹയർ പർച്ചേസ് സിസ്റ്റം എന്താണ് എന്നുള്ളൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് കുറേ ടേമുകളുണ്ട്, അതിൽ ഏതെങ്കിലും 2 വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഹയറർ ആരാണ്? അതുപോലെ തന്നെ ഹയർ വെൻഡർ ആരാണ്? ദെൻ നെക്സ്റ്റ് ക്യാഷ് പ്രൈസ് എന്താണ്? ദെൻ നെക്സ്റ്റ് HP പ്രൈസ്, ഹയർ പർച്ചേസ് പ്രൈസ് എന്താണ്? ദെൻ ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യം, ഡൗൺ പേയ്മെൻറ്റ് എന്താണ്? നിർബന്ധമായും പഠിക്കണം കേട്ടോ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഡൗൺ പേയ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ഹയർ ചാർജസ്, അതിൽ ഇൻട്രസ്റ്റ് ആണ്. ഹയർ ചാർജസ് എന്ന് പറഞ്ഞാൽ ഹയർ ചാർജസ് എന്താണ്? ഡൗൺ പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞു, നിർബന്ധമായി നോക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് റീപൊസഷൻ എന്താണ്? അതിൽ ഡിഫോൾട്ട് ആൻഡ് റീപൊസഷൻ കൺസെപ്റ്റ് ഉണ്ട്. അതിൽ പാർഷ്യൽ റീപൊസഷൻ എന്താണ്? ഇതൊക്കെ എന്താണെന്ന് പഠിക്കുകയുണ്ടോ കേട്ടോ, വലിച്ചു വാരി പഠിക്കേണ്ട. കംപ്ലീറ്റ് ഇതൊക്കെ എന്താണെന്ന് പഠിക്കുക. കംപ്ലീറ്റ് റീപൊസഷൻ എന്താണ്? അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റുകളാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊന്നും വലിച്ചു വാരി പഠിക്കരുത്. റീപൊസഷൻ എന്താണ് വലിച്ചു വാരി പഠിക്കരുത്. എന്താണെന്നുള്ളത് 1 മാർക്ക് 2 മാർക്കിന് 2 സെൻറ്റൻസ് 3 സെൻറ്റൻസ് ഒക്കെ വേണ്ടോ. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് നിർബന്ധമായും നോക്കേണ്ടതാണ് റോയൽറ്റി എന്താണ്? റോയൽറ്റി അക്കൗണ്ട്സ്, റോയൽറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് മിനിമം റെൻ്റ് എന്താണ്? നിർബന്ധമായും പഠിക്കണം. അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരുണ്ട് ഡെഡ് റെൻ്റ് കേട്ടോ, അങ്ങനെയും ചോദിക്കാം. ഡെഡ് റെൻ്റ്
മിനിമം റെന്റ് സെയിം ആണ്. ദെൻ നെക്സ്റ്റ് ഷോർട്ട് വർക്കിംഗ്സ് എന്താണ്? ഷോർട്ട് വർക്കിംഗ്സ് എന്താണ്? ദെൻ റിക്രൂട്ട്മെന്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് കൺസെപ്റ്റ്. റിക്രൂട്ട്മെന്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്. ഓക്കെ, നോക്കിയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വരാറുള്ളതാണ് 1-2 ചോദ്യങ്ങൾ. റോയൽറ്റി, മിനിമം റെന്റ്, ഡെഡ് റെന്റ്, അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു ഷോർട്ട് വർക്കിംഗ്, റിക്രൂട്ട്മെന്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്. ദെൻ നെക്സ്റ്റ് എന്തായാലും നോക്കേണ്ടത് ബ്രാഞ്ചിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട്സ്? നിർബന്ധമായി നോക്കണം. അതിൽ ടൈപ്സ് ഓഫ് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട് എല്ലാ പ്രാവശ്യവും. അത് ഓരോന്ന് സെപ്പറേറ്റ് എടുത്തിട്ടും ചോദിക്കാം ഈ ടൈപ്സിൽ. ഇപ്പോൾ ആദ്യത്തെയാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ പല മെത്തേഡുകൾ ഉണ്ട് കേട്ടോ, അത് നോക്കണേ. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ച്. നെക്സ്റ്റ് ഫോറിൻ ബ്രാഞ്ച്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ചോദിക്കാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് അതിൽ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് അതെന്താന്നുള്ളത് കേട്ടോ. എസ്പെഷ്യലി ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. കോസ്റ്റ് പ്രൈസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്താണ്? പിന്നെ ഇന്റർ ബ്രാഞ്ച് ട്രീറ്റ്മെന്റ്, ഇന്റർ ബ്രാഞ്ച് അക്കൗണ്ട്സ്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഇനി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ബ്രാഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ കൺസൈൻമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കൺസൈൻമെന്റ് എന്താണ്? അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, നീഡ് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കുക. നീഡുണ്ട്, അതൊക്കെ നോക്കി വെക്കുക. പിന്നെ അതിൽ കമ്മീഷൻ, അതിൽ ഡെൽ ക്രെഡറി കമ്മീഷൻ ഉണ്ട്, ഇതിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഡെൽ ക്രെഡറി കമ്മീഷൻ നിർബന്ധമായി നോക്കണം. ഡെൽ ക്രെഡറി കമ്മീഷൻ. അതുപോലെ തന്നെ ഓവർ റൈഡിങ് കമ്മീഷൻ. ഓവർ റൈഡിങ് കമ്മീഷൻ ഇതൊക്കെ നോക്കേണ്ടതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെന്റ്. ഗുഡ്സ് എന്താണ് കൺസെപ്റ്റ്? സെൻറ്റ് ഓൺ കൺസൈൻമെന്റ് കൺസെപ്റ്റ് നോക്കണം. പിന്നെ ലോസ് ഇൻ ട്രാൻസിറ്റ് എന്താണ്? ലോസ് ഇൻ ട്രാൻസിറ്റ് കൺസെപ്റ്റ് നോക്കിയിരിക്കണം. ഇതൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഏരിയയിലത്തെ ചോദ്യങ്ങൾ. പിന്നെ നോർമൽ ലോസ്, അതുപോലെ തന്നെ അബ്നോർമൽ ലോസ്, ഈ കൺസെപ്റ്റുകൾ നോക്കണം കേട്ടോ. ഇനി നമ്മൾ ബ്ലോക്ക് നമ്പർ 2-ൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കുറച്ചുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അത് ഓരോന്ന് എന്താണെന്നുള്ളത് മാത്രം മിനിമം പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഇൻവെൻറ്ററീസ് ഉണ്ട്, അത് ഇൻഡേസ് 2 ആണ് വരുന്നത്. ഇൻഡേസ് 2 ഇൻവെൻറ്ററീസ് വരുന്നു. അതുപോലെ തന്നെ PPE ഉണ്ട്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, PPE. അത് വരുന്നത് 16 ആണ്. ഇൻഡേസ് 16 ഇതിലേതെങ്കിലും ഒരെണ്ണം വരും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇൻടാഞ്ചിബിൾ അസെറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസെറ്റ്
അത് 38 ആണ് വരുന്നത്. ഞാൻ 38 മാത്രമേ എഴുതി പോകണുള്ളൂ. ഇൻഡേസ് 38. പിന്നെ ഇമ്പയർമെൻറ്റ് ഓഫ് അസെറ്റ്, ഇതിലേതെങ്കിലും ഒരെണ്ണം വരും. ഏതാണെന്നുള്ളത് മാറി മാറി വരുന്നതാണ്, അതുകൊണ്ട് ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇമ്പയർമെൻറ്റ് ഓഫ് അസെറ്റ് അതിൻ്റെ നോക്കിയിരിക്കണം. 36 ആണ് ഇൻഡേസ്. പിന്നെ ബോറോയിങ് കോസ്റ്റ് വരുന്നു 23 ആണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി 40 വരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി 40 വരുന്നു. ഇതൊക്കെ. പിന്നെ ഇൻകം ടാക്സ് 12 വരുന്നു. എംപ്ലോയി ബെനിഫിറ്റ്സ് 19 വരുന്നു. എംപ്ലോയി ബെനിഫിറ്റ്സ് 19. അപ്പോൾ ഇതിലേതെങ്കിലും നമ്മുടെ മൊത്തം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ അപ്പോൾ ഇത് ഏതാ വരാന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ സജഷൻ ലാസ്റ്റ് തന്നെ. ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ. ഇപ്പോൾ ഇൻവെൻറ്ററി PPE ഒക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റൊക്കെ ആദ്യത്തെ തന്നുള്ള 3 അപ്പോൾ അതിലോട്ട് മിനിമം എന്തായാലും ഫോക്കസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി അല്ലെങ്കിൽ കണ്ടിൻജൻറ്റ് അസറ്റ് അങ്ങനെയാവാൻ ചോദിക്കും. അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് എന്താണ് ചോദിക്കുക. ഇതൊക്കെ. പിന്നെ കറണ്ട് ടാക്സ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് ഒക്കെ നോക്കണം. അത് നോക്കാം. ഇതൊക്കെ ലാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പയർമെൻറ്റ് എന്താണ്, ഇമ്പയർമെൻറ്റ്. അതുപോലെ തന്നെ ഡി റെക്കഗ്നീഷൻ ഒരെണ്ണം കൂടി നൽകാം. ഡി റെക്കഗ്നിഷൻ എന്താണ്, അതും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നത്. അത് വലിച്ചു വാരി പഠിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്ന കുറച്ച് ഏരിയാസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളതൊക്കെയാണ് 1 മാർക്ക് 2 മാർക്സ് ചോദ്യങ്ങളായിട്ട്. പിന്നെ ഫെയർ വാല്യൂ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ 1 മാർക്കിലും 2 മാർക്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ IFRS എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം. ഗ്യാപ്പ്, പിന്നെ പലതരത്തിലുള്ള ഗ്യാപ്പ് നോക്കാം. IFRS അഡോപ്ഷൻ കൺസെപ്റ്റ്, പിന്നെ HP സിസ്റ്റം, ഹയർ വെൻഡർ, ക്യാഷ് പ്രൈസ്, HP പ്രൈസ്, ഡൗൺ പേയ്മെൻറ്റ്, ഹയർ ചാർജസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. റീപോസിഷൻ, പാർഷ്യൽ, കംപ്ലീറ്റ്. പിന്നെ റോയൽറ്റി എന്താണ്, മിനിമം റെൻറ്റ്, ഷോർട്ട് വർക്കിംഗ്, റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്. പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട്സ്, അതിൽ പലതരത്തിലുള്ള ബ്രാഞ്ചിൻ്റെ ടൈപ്സ്, ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, ഫോറിൻ ബ്രാഞ്ച്, അതൊക്കെ നോക്കാം. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് കൺസെപ്റ്റ്. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്താണ്, ഇൻ്റർ ബ്രാഞ്ച് എന്താണ്, കൺസൈൻമെൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്, നീഡ്, ഡെൽ ക്രെഡറി കമ്മീഷൻ, ഓവർ റൈഡിങ് കമ്മീഷൻ കൺസെപ്റ്റ്. ഗുഡ്സ് സെൻഡ് ഡൗൺ കൺസൈൻമെൻറ്റ് എന്താണ്, ലോസ് ഇൻ ട്രാൻസിറ്റ് എന്താണ്, നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്. പിന്നെ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഏതെങ്കിലും ഒരു 1-2 ആദ്യത്തെ 2-3 ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി, കണ്ടിൻജൻറ്റ് അസറ്റ്, ഡെഫേർഡ് ടാക്സ്, കറണ്ട് ടാക്സ്, ഇമ്പയർമെൻറ്റ് എന്താണ്, ഡി റെക്കഗ്നിഷൻ എന്താണ്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ലഭിക്കും. സോ നെക്സ്റ്റ് പാർട്ട് സിയിലുള്ള 5 മാർക്സിൻ്റെ സജഷൻസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.